നിന്നോട് ചോദിച്ചാൽ എന്നല്ല, എന്റെ അടിമ നിന്നോട് ചോദിച്ചാൽ. അത്ര വ്യക്തമായി പഠിപ്പിച്ചിട്ട് പോലും ചില കാര്യങ്ങൾ മനസ്സിലാകാതെ പോവുകയാണ്. പക്ഷേ നമ്മൾ തേടേണ്ടത് രക്ഷിതാവിനോട്. അതിന് വിപരീതമായാലോ, രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുന്നവൻ ആ പ്രാർത്ഥന ഇല്ലായ്മ ചെയ്യുകയും അത് സൃഷ്ടികൾക്ക് നൽകുകയും ചെയ്താൽ സൃഷ്ടാവ് നമ്മളോട് കോപിക്കുമെന്നാണ്. അപ്പോൾ സൃഷ്ടാവിനോട് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ഇണങ്ങുവാനും അതിൽ നിന്ന് വ്യത്യസ്തമായ ശൈലി സ്വീകരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാലും 2 ദിവസം മുമ്പ് പത്രത്തിൽ നിങ്ങൾ കണ്ടു ഒരു ഫാത്തിമ ബി എന്ന് പറയുന്ന ഒരു ഫോട്ടോ. അതിലുള്ളത് നാഗൂരിൽ നിന്നുള്ള ആന കുമരകത്ത് സുഖചികിത്സയ്ക്ക് വേണ്ടി വന്നതാണ്. 160ഓളം അമ്പലങ്ങളിൽ നിന്നുള്ള ആനകൾ അവിടെയുണ്ട്. ഒന്ന് മാത്രമാണ് ലായിലായിലൊക്കെ ചൊല്ലി കെലിമയൊക്കെ ചൊല്ലി വന്നിട്ടുള്ളത്. 786 ഉണ്ട്. കാതിൽ കമ്മലിട്ടിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ചന്ദ്രക്കലയുണ്ട്. എല്ലാം രേഖപ്പെടുത്തിക്കൊണ്ട് അത് വ്യക്തമായ ഒരു കോളം തന്നെ പത്രത്തിൽ കൊടുത്തിരിക്കുകയാണ്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, എവിടെ എത്തി നിൽക്കുക. ആനയെ കെലിമ ചൊല്ലിക്കാൻ പോയിട്ട് അവനാൻ ചൊല്ലിയ കെലിമയൊന്നും ശരിയായാൽ മതിയായിരുന്നു. അതിനെങ്കിലും നമ്മളൊന്ന് മെനക്കെടേണ്ടതല്ലേ? ബുദ്ധിപരമായി ചിന്തിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയുകയാണ്, ഇന്നല്ലദീന മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കിടിലം കൊള്ളുന്നവരാകുന്നു സത്യവിശ്വാസികൾ. വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ. രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളിലും അതുപോലെ തന്നെ ദൃഷ്ടാന്തങ്ങളിലും ദൃഢമായി വിശ്വസിക്കുന്നവരാകുന്നു മനുഷ്യന്മാർ. വിശ്വാസികളാണ് നമ്മളെങ്കിൽ നമ്മളിൽ അള്ളാഹുവിനോട് അടുക്കാനുള്ള ഇണങ്ങാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. അവർ അവരുടെ രക്ഷിതാവിനോട് പങ്കു ചേർക്കാത്തവരാകുന്നു. മാത്രമല്ല അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുന്നവരാകുന്നു. ഹൃദയം അവർ ഭയപ്പെടുന്നവരാകുന്നു. അവർക്ക് എന്താണോ നൽകുന്നത് അതവർ ചെലവഴിക്കുന്നവരാകുന്നു. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്. അവർ നന്മയിലേക്ക് ധൃതിപ്പെട്ടു പോകുന്നവരാണ്. മാത്രമല്ല വഹും ലഹാ സാബിഖൂൻ. അവരാകും അവരെ മുമ്പേ കടന്നുകൊണ്ട് ആദ്യത്തിൽ അവിടെ ചെല്ലുക. നമ്മളൊക്കെ പറയാറുണ്ട്, ആരായിരിക്കും അവനാകും ഇവനാകും. പക്ഷേ ഇസ്ലാം പഠിപ്പിക്കുന്നത് കർമ്മങ്ങളെ കൊണ്ട് ആരാണോ മുമ്പേ നിൽക്കുന്നത് അവർക്കാർക്കും അവിടെ മുമ്പേ ചെല്ലാൻ സാധിക്കുക എന്നാണ് പടച്ചതമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തുകയാണ്, സിട്ടാവിനെ നമ്മൾ ഇഷ്ടപ്പെടുകയും ഇണങ്ങുകയും ചെയ്യണം. രണ്ടാമതായി ഇണങ്ങേണ്ടത് മാതാപിതാക്കളോടാണ്. മാതാപിതാക്കൾ കുടുംബത്തിലെ വലിയ ഒരു സന്തോഷമാണ്. പക്ഷേ പലപ്പോഴും മാതാപിതാക്കൾ അവഗണിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് കൽപ്പിക്കുന്നിടത്ത് രണ്ടാമതായി പറയുന്നത് വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ ഖൗലൻ കരീമാ. അഥവാ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നിതാ വിധിച്ചിരിക്കുന്നു. മാതാപിതാക്കളോട് നന്മ ചെയ്യണം എന്നും ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദഹുമാ ഔ കിലാഹുമാ. അവരിൽ ആരെങ്കിലും ഒരാളോ രണ്ടാളോ പ്രായമെത്തിക്കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നാൽ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. അവരെ ചേ എന്ന് പറയരുത്. ചേ എന്ന അക്ഷരം പറയരുത് എന്നല്ല, മറിച്ച് ഒരു അവസാനം അവരെ അധിക്ഷേപിക്കുന്ന ഒരു ശല്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ വീട്ടിലെന്ന് തോന്നുന്ന രൂപത്തിൽ ആക്ഷേപിക്കരുത്. വലാ തൻഹർഹുമാ. ആട്ടിയോടിക്കുകയും അരുത്. എപ്പോഴാ ആട്ടിയോടിക്കുക? നമ്മളുടെ തറവാട്ട് സംവിധാനത്തിൽ മുസ്ലിം കുടുംബത്തിൽ എപ്പോഴാണ് മാതാപിതാക്കളെ ആട്ടിയോടിക്കുക? ചെറിയ മകനില്ലേ തറവാട്ടിൽ, അവനല്ലേ നിങ്ങളെ നോക്കേണ്ടത്, സ്വത്ത് അവനല്ലേ എഴുതി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഉമ്മ പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും ഒക്കെ ഗുളികയുടെ ചീട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കുക, ഞാൻ അതിന് ഉത്തരവാദിയല്ല എന്നൊക്കെ പറഞ്ഞ് ആട്ടിയോടിക്കുന്ന സമ്പ്രദായം ഇന്നുണ്ട്. വൃദ്ധസദനങ്ങളിൽ അഭയം തേടിയ അമ്മയോട് അവിടത്തുകാർ ചോദിച്ചു, നിങ്ങൾക്കെന്താണ് ആകെയുള്ള ദുഃഖം? എന്നെ ഒഴിവാക്കിയ മകൻ 2 മാസം കഴിഞ്ഞാലെങ്കിലും ഇവിടെ വന്ന് എൻ്റെ മുഖം കാണിച്ചു പോകുമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ അതുപോലും സംഭവിച്ചു പോയില്ലല്ലോ എന്നാണ് ആ അമ്മക്ക് പറയാനുള്ള ദുഃഖം. സഹോദരന്മാരെ, മാതാപിതാക്കൾ നമ്മളുടെ കുടുംബത്തിൽ പരമപ്രധാനമാണ്.
ഒരു വീട്ടിൽ ഒരു ഉപ്പ ഉമ്മ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും പല രംഗത്ത് കാണുന്നവർ പറയാറുണ്ട് ജരാനരകൾ ബാധിച്ച മസ്തിഷ്കം മരവിച്ചു പോയവർ എന്ന്. പക്ഷേ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ആ വാക്കുച്ചരിച്ചതിന് ശേഷം, ആ വാക്ക് പറഞ്ഞതിന് ശേഷമുള്ള 2 കൊല്ലത്തിനിടയിൽ അപ്രതീക്ഷിതമായ നരകൾ യുവാക്കളാകുന്ന നമുക്ക് ബാധിച്ചിട്ടുണ്ട്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ എല്ലാവർക്കും ഒരു പാഠമാണ്. പലരെയും കാണുമ്പോൾ നരച്ചുപോയോ നിങ്ങൾക്കും വന്നോ എന്ന് മറ്റൊരാൾക്ക് ചോദിക്കേണ്ടുന്ന വിധത്തിൽ നമുക്കതൊക്കെ എത്തിപ്പെടുന്നതാണ്. നമ്മളുടെ വീട്ടിൽ ഒരു അനുഗ്രഹമാണ് മാതാപിതാക്കൾ സംരക്ഷിക്കപ്പെടുന്നത്. ഭൗതികപരമായ ഓഹരി എന്തെങ്കിലും അവരുടേതായ സ്വത്തിൽ നിന്ന് ലഭിക്കുമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാകരുത്. നമ്മൾ എന്തൊക്കെ തൃപ്തിപ്പെട്ടാലും, എന്തൊക്കെ ഇഷ്ടപ്പെട്ടാലും, എന്തൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ അവർക്ക് നൽകിയാലും, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമുണ്ട്, പടച്ചതമ്പുരാന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാകുന്നു. സുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ, അള്ളാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാകുന്നു എന്ന്. എന്താണ് മാതാപിതാക്കൾ കോപിക്കുന്നത്? എന്തിനേറെ പറയുന്നു, മാതാവും പിതാവുമൊക്കെ പ്രായമായി എത്തി നിൽക്കുന്ന നമ്മളോട് കോപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവസാനത്തെ ഘട്ടത്തിൽ മാത്രമാണ് വരിക. അവസാനത്തെ ഘട്ടത്തിലാണ് വരിക. ഇസ്ലാമികമായ കാര്യങ്ങൾ ചെറുപ്പക്കാരായ നമ്മൾ ഉപദേശിക്കുമ്പോൾ പ്രായം ചെന്ന പലരെയും നമുക്ക് കണ്ണിലെ ഒരു കരടായി കാണാറുണ്ട്. പക്ഷേ സോദരാ, ഓർക്കുക, നമ്മളുടെ ഒന്നും ബൈക്കിന് പിന്നിൽ നമ്മളുടെ പിതാവ് കയറാത്തതെന്താ? നമ്മൾ പറയും അപ്പയോട്, ഉപ്പ നിങ്ങൾ നമ്മളുടെ കൂടെ വരുന്നോ? ഞാൻ തിരുവനന്തപുരം സിറ്റിയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഉപ്പ പറയും, മോനെ നീ പോയിക്കോ, എനിക്ക് സിറ്റിയിൽ എത്തണം എന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഓട്ടോറിക്ഷക്ക് വരാം എന്നാണ് പൊതുവിൽ പറയാറുള്ളത്. എന്തുകൊണ്ടാണ്? നമ്മളുടേതായ സ്പീഡാണ്. കണ്ണ് നമുക്കുണ്ട്. നോക്കൂ നിങ്ങൾ, എത്ര അന്ധന്മാർ പട്ടണത്തിൽ ചുറ്റി നടക്കുന്നു. പക്ഷെ ഏതെങ്കിലും ഒരു അന്ധൻ വാഹനം മുട്ടി മരിച്ചതായി ഇതുവരെ കേട്ടിട്ടില്ല. 2 കണ്ണുള്ളവരാ മുട്ടി മരിക്കുള്ളൂ. കാരണം അയാൾ അന്ധനായതുകൊണ്ട് സർവ്വതും ശ്രദ്ധിക്കും. നമുക്ക് കാതുമുണ്ട്, കണ്ണുമുണ്ട്, അതുകൊണ്ടൊന്നും ശ്രദ്ധിക്കൂല, നേരെ അങ്ങോട്ട് പോകും. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത്, മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക എന്നത് കുടുംബരംഗത്ത് കാണുന്ന ഏറ്റവും വലിയ പ്രാധാന്യമാണ്. അള്ളാഹു നമ്മളെ പഠിപ്പിച്ചതാണ്. മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറിയ ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ആമീൻ പറഞ്ഞു. മുന്നിലിരിക്കുന്ന സഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, എന്താണ് നിങ്ങൾ 3 ആമീൻ പറഞ്ഞത്? റസൂലുള്ള പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട്. 3 പ്രാർത്ഥനയാണ് പറഞ്ഞത്. 3 പ്രാർത്ഥനക്ക് ഞാൻ ആമീൻ എടുത്തതാണ്. റസൂലെ, എന്താണ് ആ പ്രാർത്ഥന? റസൂലുള്ള പഠിപ്പിച്ചു, കേൾക്കണം. ഒന്നാമത്തെ പ്രാർത്ഥന, പരിശുദ്ധ റമളാൻ എത്തിയിട്ടും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാത്തവനെ അള്ളാഹു അകറ്റട്ടെ. 2ാമത്തെ പ്രാർത്ഥന, മാതാപിതാക്കൾ അടുത്തെത്തി സ്വർഗം ഉറപ്പായിട്ട് പോലും അവരെ സംരക്ഷിക്കാതെ നരകത്തിലേക്ക് വഴുതിപ്പോയവൻ അള്ളാഹു അവനെ അകറ്റട്ടെ. 3ാമത്തെ പ്രാർത്ഥന, എന്റെ പേർ ഒരാളുടെ അടുക്കൽ ഉച്ചരിക്കപ്പെട്ടു, അഥവാ റസൂലിന്റെ പേർ ഉച്ചരിക്കപ്പെട്ടിട്ട് റസൂലിന് വേണ്ടി സ്വലാത്ത് ചൊല്ലിയില്ല, പ്രാർത്ഥിച്ചില്ല, അവനെയും അള്ളാഹു അകറ്റട്ടെ. 3 പ്രാർത്ഥനയാണ്. ആ 3 പ്രാർത്ഥനക്കാണ് റസൂലുള്ള ആമീൻ എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മാതാപിതാക്കൾ നമ്മളുടെ ഒരു കണ്ണിലക്കരടായി മാറരുത്. എന്താണോ 8 മക്കളുള്ള പിതാവ് പൂച്ചക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അയൽവാസി വന്ന് ചോദിക്കുകയാണ്, എന്താണ് ഉപ്പ നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? അയാൾ പറഞ്ഞത്, 8 മക്കളും ഉപകാരത്തിൽപ്പെട്ടില്ല, ഇതെങ്കിലും ഉപകാരത്തിൽപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട്. നമ്മളൊന്നും അങ്ങനെയാണ് എന്നല്ല പറയുന്നത്. പക്ഷേ അവർ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്, അവർ ആദരിക്കപ്പെടേണ്ടതുണ്ട്. മിക്ക വീട്ടിലും ചെന്ന് മാതാപിതാക്കളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ പണി? ഞങ്ങളിങ്ങനെ മത്സ്യം കൊണ്ടുവരികയാണ്. ഇപ്പം എന്താ പണി? പാലിന്റെ പൈസ കൊടുക്കാൻ പോവുകയാണ്. ഇതല്ല അവരുടെ വീട്ടിലെ പണി. അത് ചെയ്യുന്ന പിതാക്കന്മാരുണ്ടാകാം. പക്ഷേ നമ്മൾ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. അവർക്ക് വീട്ടിൽ അതിൻ്റെ പരിഗണന നൽകേണ്ടതുണ്ട്. പക്ഷേ നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും അത്തരത്തിലുള്ള ആളുകൾ അവർക്ക് സത്യം എത്തിപ്പെടാത്തതിൻ്റെ ഘട്ടത്തിൽ അവർക്ക് അറിയാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ചില പ്രവർത്തകന്മാരൊക്കെ പറയാറുണ്ട് പണ്ഡിതന്മാരോട്, അതെ എൻ്റെ ഉപ്പ ആനക്കുറാഫിയാണ് എന്ന് പറയാറുണ്ട്. സുഹൃത്തെ, ആ പറഞ്ഞ ശബ്ദത്തിൻ്റെ ഒരു പകുതിയെങ്കിലും തന്റെ പിതാവിനെ സത്യം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ പിതാവ് അങ്ങനെ ആകുമായിരുന്നില്ല. പിതാവിന് അങ്ങനെ ആകാൻ സാധിക്കുമായിരുന്നില്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുന്ന പിതാവിനോട്, പിതാവേ നിങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കരുത്,
നിങ്ങളല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ടവരാണ്. പക്ഷേ പലപ്പോഴും ചില സന്ദർഭങ്ങളിൽ നേർച്ച ഭക്ഷണം ഭക്ഷിക്കാൻ പാടില്ല, ആനക്കും അതുപോലെ തന്നെ ഇക്കാര്യത്തിൽ നേർച്ചയാക്കാൻ പാടില്ല. പെരുമ്പാവൂരിന് സമീപമുള്ള മുസ്ലിം സമുദായം ചെയ്യുന്നത് പോലെ സർപ്പക്കാട്ടിലെ സർപ്പത്തിന് യാസീനോദി ദുആ ഇറക്കുന്ന മുസൽമാന്മാരുണ്ട്. അരുത്, ചെയ്യാൻ പാടില്ലാത്തതെന്ന് അറിയാഞ്ഞിട്ടല്ല, എന്തിലും പൂർവ്വകാല പിതാക്കന്മാർ ചെയ്തതല്ലേ എന്നാണ്. ഏത് കാര്യത്തിൽ പൂർവികന്മാർ എന്ന് പറയുന്നവർ എന്നല്ല, നമ്മളുടെ പിതാക്കനോ മാതാക്കളോ നിർബന്ധിച്ചാൽ പരിശുദ്ധ ഖുർആൻ പറയാൻ വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിഹി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ. ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്കറിവില്ലാത്തൊരു കാര്യത്തിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കണമെന്ന് മാതാപിതാക്കൾ പറഞ്ഞാൽ നിങ്ങളതനുസരിക്കരുത്. മാത്രമല്ല വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ, ഉമ്മ എന്താണോ ആവശ്യമുള്ളത് ഞാൻ കൊണ്ടു